നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്നതിനിടയിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് നാളെ. സമ്പൂർണ്ണ ബജറ്റ് അല്ല. പുതിയ സർക്കാർ അധികാരമേൽക്കുന്നത് വരെയുള്ള വോട്ട് ഓൺ അക്കൗണ്ട് മാത്രമാണ് ഉണ്ടാവുക. അതിലും വാഗ്ദാനങ്ങൾ വാരിക്കോരുന്നത് പതിവ് രീതി. കേരളം ഉയർന്ന ആഭ്യന്തര ഉൽപാദന വളർച്ചയുള്ള സംസ്ഥാനമെന്ന് ധനമന്ത്രി ഇന്ന് നിയമസഭയിൽ വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടെ തുടക്കം. സ്വർണം വെള്ളി വിലകൾ ഇന്നും സർവകാല റെക്കോർഡിൽ. സ്വർണം ഗ്രാമിന് 15,000 രൂപ കടന്നു, 15,315 രൂപ. വെള്ളി കിലോഗ്രാമിന് 3,80,000. വീട് വാങ്ങാൻ കയ്യിലുള്ള കുറെ സ്വർണവും ബിറ്റ്കോയിനും വിറ്റതിൽ തെറ്റുപറ്റിയെന്ന് റിച്ച് ഡാഡ് പൂവർ ഡാഡ് രചയിതാവ് റോബർട്ട് കിയോസാക്കി. വെള്ളി വിറ്റിട്ടില്ല. 8.5 കിലോമീറ്റർ വരുന്ന റിയാദ് റെഡ് ലൈൻ മെട്രോ വിപുലീകരണത്തിനുള്ള 10,000 കോടിയോളം രൂപയുടെ ഓർഡർ ലാർസൻ ആൻഡ് ടൂബ്രോയ്ക്ക്. പുതിയ നിർമ്മാണ കരാർ വാർത്തയ്ക്കൊപ്പം ഓഹരി വിലയിൽ 1% ഉയർച്ച. സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയിൽ യൂറോപ്യൻ വാഹനങ്ങളുടെ വില കുറയ്ക്കാൻ വഴിയൊരുക്കുന്നതിനിടയിൽ ഇന്ത്യയിൽ ബിസിനസ് വിപുലീകരണ പദ്ധതിയുമായി ചൈനയുടെ BYD കാർ ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നവരുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിലാണ് ഇത്. വിമാന അപകടങ്ങളിൽ മരണപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ പട്ടികയിലേക്ക് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ. 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ച് മഹാരാഷ്ട്ര സർക്കാർ. അജിത് പവാറിന്റെ വേർപാട് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഗതി മാറ്റുമെന്ന ചർച്ച സജീവം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.